ഇന്ന് ലോക വൃക്ക ദിനമാണ്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത്. സമൂഹത്തിൽ വൃക്ക രോഗികളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുകയാണ് വൃക്ക ദിനാചരണത്തിന്റെ ലക്ഷ്യം. വൃക്കയുടെ ആരോഗ്യം എല്ലാവർക്കും, ജനങ്ങളെ പരിപാലിക്കുക, ഭൂമിയെ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക വൃക്ക ദിനത്തിന്റെ സന്ദേശം. രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളും അധിക ജലവും നീക്കം ചെയ്ത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കാൻ ആവശ്യമായ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുക. ഇതാണ് ശരീരത്തിൽ വൃക്കകളുടെ പ്രവർത്തനം. ഓരോ വൃക്കയിലും രക്തം അരിക്കുന്നതിനും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായി 10 ലക്ഷത്തിലധികം നെഫ്രോണുകളാണ് ഉള്ളത്. നെഫ്രോണുകൾക്ക് കേടുപാട് സംഭവിക്കുമ്പോൾ അവ പ്രവർത്തനം നിർത്തുകയും ശേഷിക്കുന്ന ആരോഗ്യമുള്ള നെഫ്രോണുകളിൽ അധിക സമ്മർദ്ദമുണ്ടാകുകയും ചെയ്യുന്നു. ലോക ജനസംഖ്യയുടെ 10% പേരെ വൃക്കരോഗം ബാധിക്കുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങൾ പ്രകടമാകില്ല. രോഗനിർണയം നേരത്തെ നടത്തുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്താൽ രോഗം അധികരിക്കുന്നത് തടയാനാകും. പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഹൃദയസംബന്ധിയായ അസുഖങ്ങൾ, പൊണ്ണത്തടി എന്നിവയെല്ലാം വൃക്കരോഗത്തിന് കാരണമാകുന്നു. സമീകൃത ആഹാരം, പതിവ് വ്യായാമം, ആവശ്യമായ ജലപാനം എന്നിവ ശീലിച്ചാൽ തന്നെ വൃക്കരോഗങ്ങൾ തടയാൻ കഴിയും. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.